നമസ്കാരം ഫ്രണ്ട്സ്, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, കേരള വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് 3യുമായി ബന്ധപ്പെട്ടൊരു പുതിയ അപ്ഡേറ്റ് PSC നടത്തുകയുണ്ടായി. അത് മറ്റൊന്നുമല്ല, അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റുകളുടെ എണ്ണം കൃത്യമായിട്ട് PSC പുറത്തുവിടുകയുണ്ടായി. അപ്പം അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമായി നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് ആണ് അത് 1/4/2024 വരികയും 2/5/2024 അതിൻ്റെ ഡേറ്റ് അവസാനിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് അന്ന് അപ്ലൈ ചെയ്ത എല്ലാ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം PSC പുറത്തുവിട്ടു. അങ്ങനെ നമ്പർ ഓഫ് ആപ്ലിക്കൻസിന്റെ എണ്ണം PSC അപ്ഡേറ്റ് ചെയ്ത് 28,413 ഇതിന്റെ വേക്കൻസി ആയിട്ട് അന്ന് വന്നിരുന്നത് ആന്റിസിപ്പേറ്ററി വേക്കൻസിയാണ്. അത് നിലവിൽ വേക്കൻസി ഇല്ല, ഉടൻ തന്നെ വേക്കൻസി റിപ്പോർട്ട് ചെയ്യും, അതിലേക്ക് ഫില്ല് ചെയ്യുക എന്നതാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. ഇതുകൊണ്ട് നിങ്ങളാരും ഭയപ്പെടുകയോ ആശങ്കപ്പെടുകയോ ഒന്നും വേണ്ട. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഈ ഒരു പൊതുവായിട്ടുള്ള PSC പരീക്ഷകളുടെ രീതി അറിയാം നമുക്കല്ലേ. എത്രയോ ലക്ഷം പേരാണ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ നോക്കൂ, വെറും 28,413 പേര് മാത്രമാണ് ഈ ഒരു ലേക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ എത്ര പേരായിരിക്കും കൃത്യമായി പ്രിപ്പയർ ചെയ്യുന്നത്? അതിൽ തന്നെ എത്ര പേരായിരിക്കും കൺഫർമേഷൻ നൽകുന്നത്? ഏതാണ്ട് 50% കൂടുതൽ ആൾക്കാർ, ഏതാണ്ട് 50 മുതൽ 60% ആൾക്കാർ എന്ത് ചെയ്യില്ല, കൺഫർമേഷൻ നൽകില്ല. അതിന്റെ അർത്ഥം നിങ്ങളുടെ കോമ്പീറ്റൻസ് അത്രയും കുറഞ്ഞു കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി കൺഫർമേഷൻ കൊടുത്താൽ തന്നെ അതിൽ എത്ര പേര് പ്രിപ്പയർ ചെയ്യും? വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതായത് ചെറിയ ഒരു സംഖ്യയോട് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജോലി സാധ്യത വളരെയധികം കൂടുകയാണ്. അതായത് കൃത്യവും സ്ട്രക്ചറോടും കൂടിയുള്ള ഒരു പ്രിപ്പറേഷൻ നിങ്ങളെ എവിടെ എത്തിക്കും? ഒരു സർക്കാർ ജോലിയിലെ റാങ്ക് ലിസ്റ്റിൽ എത്തിക്കും എന്നതാണ് ഈ ഒരു ഡേറ്റ നിങ്ങളോട് സംസാരിക്കുന്നത്. അതായത് 28,413 എന്ന് പറയുന്നൊരു സംഖ്യ വളരെ ചെറിയൊരു സംഖ്യയാണ്. ഇനി ആന്റിസിപ്പേറ്ററി വേക്കൻസി ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എന്താകും, വരുന്ന വർഷങ്ങളിൽ ഈ വേക്കൻസി ഫില്ല് ചെയ്യപ്പെടും. മാത്രമല്ല ഇതിന്റെ കാലാവധി ഒരു 1.5, 2, 3 വർഷത്തോളമൊക്കെ നീണ്ടുപോയി എന്നിരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, നിങ്ങൾക്ക് വരുന്ന വേക്കൻസികളിൽ നിയമനം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സുവർണ അവസരമാണ്. അത് വളരെ നന്നായിട്ട് ഉപയോഗിക്കുക. ഒരു കൃത്യതയോട് കൂടിയുള്ളൊരു പഠനം മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പ്രധാനമായിട്ടും പറയുവാനുള്ളത്. ഇനി എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള മറ്റൊരു കാര്യമാണ്, ഈ ഓവർസിയർ ഗ്രേഡ് 2യുമായി ബന്ധപ്പെട്ട ഓഫ്ലൈൻ കോഴ്സുകൾ നമ്മുടെ അടൂർ ക്യാമ്പസിൽ തുടങ്ങിയിട്ടുണ്ട്. ഓവർസിയർ ഗ്രേഡ് 3യുമായി ബന്ധപ്പെട്ട ഓൺലൈൻ ക്ലാസ്സുകളും ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഉടൻ തുടങ്ങുന്നതാണ്. ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ അറിയുന്നതിന് താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഒപ്പം തന്നെ ഈ കോഴ്സിനെ പറ്റിയും മറ്റ് വിശദ വിവരങ്ങൾ അറിയുന്നതിന് നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് നിങ്ങളെ സഹായിക്കും. അപ്പം എത്രയും പെട്ടെന്ന് ആ ലിങ്ക് ഫില്ല് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.